guys, so today we are at Tenmala Ecotourism. ഹായ് ഹലോ നമസ്തേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫുൾ ഫാമിലി എക്സെപ്റ്റ് കിച്ചുവിനെ മാത്രം നമ്മൾ മിസ് ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടെ തെന്മലയ്ക്ക് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഞാൻ നല്ല ചൂട് മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. കുഞ്ഞൂസ് നല്ല മൂഡ് ഓഫ് ആയിരുന്നു കുറേ നേരം. അതിനുശേഷം അവൻ ഉറങ്ങിപ്പോയി. തെന്മല വന്നിട്ട് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. ഇവിടുത്തെ ഈ എക്കോ ടൂറിസം അവർ 3 സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഡ്വഞ്ചർ സോൺ, ലെഷർ സോൺ, കൾച്ചർ സോൺ. ഇതിൽ കൾച്ചർ സോണിലേക്ക് ഞങ്ങൾ കടന്നിട്ടേ ഉണ്ടായിരുന്നില്ല, സമയമില്ലായിരുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ബട്ടർഫ്ലൈ പാർക്ക്, കുട്ടികൾക്കുള്ള പാർക്ക്, പിന്നെ അതേപോലെ മ്യൂസിക്കൽ ഫൗണ്ടൻ. അത് വൈകിട്ട് 6:30 മുതലാന്ന് തോന്നുന്നു. അങ്ങനെ കുറേ പരിപാടികൾ അതിൻ്റെ ഉണ്ട്. പക്ഷെ നമ്മൾ മെയിനായിട്ടും അഡ്വഞ്ചർ സോണും ലെഷർ സോണും ആയിരുന്നു കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാലരുവിയും ഇത്രയും സ്ഥലത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ ഇതായിരുന്നു അവിടുത്തെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണമായിരുന്നു ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ. അവിടെ തന്നെ ചെറിയൊരു കടയുണ്ടായിരുന്നു. ഈ സ്പൈസസും അതേപോലെ സോഡ നാരങ്ങ വെള്ളവും മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ തേൻ നെല്ലിക്ക അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു കുട്ടിക്കട അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. സോ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹണി ബീ ബേസ് ചെയ്ത് അവരൊരു എഡ്യൂക്കേഷണൽ രീതിയിൽ വെച്ചിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി. പക്ഷേ അമ്മ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞൂസിനും അടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അഡ്വഞ്ചർ സോണിലേക്കാണ്. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരു ഹൈ എനർജി ആക്ടിവിറ്റീസ് കുറേ ഉള്ളൊരു സ്ഥലമാണ്. നമ്മൾ ആക്ച്വലി ടിക്കറ്റ് എടുത്തപ്പം ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമുക്ക് അവിടെ കയറാൻ പറ്റി. എന്തുകൊണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷേ അവർ തന്നെ പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ആദ്യം തന്നെ നമ്മളൊരു എലിവേറ്റഡ് വാക്ക് വേ ഉണ്ട്, അതിൽ കൂടെ കയറണം. അതിൽ കൂടെ കുറേ ദൂരം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു പ്ലെയിൻ സ്ഥലമുണ്ട്. അവിടെയൊക്കെ നടക്കാൻ ഭയങ്കര രസമാണ്, പ്രത്യേകിച്ച് ഈ ചൂടിന്. ഇത്രയും ചൂടും വെയിലും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ കൂടെ നടക്കുന്ന സമയത്ത് നല്ല തണുത്ത കാറ്റും പിന്നെ ആ മരത്തിൻ്റെയൊക്കെ കൂടെ ഇടയ്ക്ക് കൂടെ നടക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ഫീലാണ്. പിന്നെ ഇറങ്ങുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം തോന്നുന്നു. കാരണം സ്റ്റെപ്സ് എന്ന് പറയാനൊന്നുമില്ല, എല്ലാം ഈ കല്ലിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നടക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്തായാലും നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു അടിപൊളി ചോയ്സ് ആയിരിക്കും. പിന്നെ അപ്പൂപ്പനും കൊച്ചുമോനും കൂടെ ഇടയ്ക്ക് ഭയങ്കര ഓട്ടക്കളിയായിരുന്നു. അച്ഛനെ ഇടയ്ക്ക് ചെറുതായിട്ട് തലവിറ്റുന്ന പോലെ തോന്നിയിട്ട് അച്ഛനും അമ്മയും ഒരിടത്തിരുന്നു. അവിടെ പിന്നെ കിട്ട്ലൻ സ്പോട്ട് ആയിരുന്നുകൊണ്ട് തന്നെ കുറേ നേരം പിന്നെ അവരവിടെ തന്നെ ആയിരുന്നു. ഞങ്ങൾ പിന്നെ താഴെ ഇറങ്ങി ഓരോ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പം അവർ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു ഈ ആക്ടിവിറ്റീസിലൊക്കെ ട്രൈ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങളും കയറി കുഞ്ഞൂസിനെയും കയറ്റി. പിന്നെ റിവർ ക്രോസിങ്ങും സിപ്പ് ലൈനും ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ പക്ഷേ എനിക്കൊന്നും ടിക്കറ്റ് എടുക്കാതെ എന്തായാലും കയറാൻ പറ്റില്ല തോന്നുന്നു, നമ്മൾ കയറിയില്ല. പിന്നെ അവിടെ ഒരു ട്രാമ്പലിൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രാമ്പലിൻ ട്രൈ ചെയ്യുന്നത്. ശരിക്കും പേടിച്ചുപോയി. അത് അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അതോ അതിൽ കയറുമ്പോൾ എപ്പോഴും അങ്ങനെയാണോ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ നല്ലോണം പേടിച്ചു. ഈ കാണുന്നതാണ് 13 കണറ പാലം, 13 ആർച്ച് ബ്രിഡ്ജ്. ഇത് ബ്രിട്ടീഷേഴ്സിൻ്റെ കാലത്ത് അവർ പണിത ഒരു റെയിൽവേ ബ്രിഡ്ജാണ്. ഇവിടെ കുറേ ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫോട്ടോഗ്രാഫിക്കൊക്കെ കുറേ ആൾക്കാർ വന്ന് ഫോട്ടോസ് എടുക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണിത്. അതിനുശേഷം നമ്മൾ നേരെ വിട്ടിട്ടുണ്ടെന്ന് പാലരുവിയിലേക്കാണ്. ഇവിടെ നമ്മൾ വണ്ടി പാർക്കിംഗ് ലോട്ടിലിട്ടിട്ട് ഒരു 4 കിലോമീറ്റേഴ്സ് അവരുടെ ബസ്സിൽ ഷട്ടിൽ ബസ് ഉണ്ട്, അതിൽ നമ്മൾ പോകണം. അച്ഛന്മാരും അമ്മമാരും കുഞ്ഞും ആദ്യം ഒരു ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിന് ശേഷമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പാലരുവിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് തെന്മലയിൽ നിന്ന് ഒരു 15 കിലോമീറ്റേഴ്സ് ദൂരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തെന്മല വരുന്ന എല്ലാവരും പാലരുവിയിലോട്ടും കൂടെ വരും കേട്ടോ. പിന്നെ ഇത് 300 ഫീറ്റ് മുകളിൽ നിന്നും വീഴുന്ന വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ട് തന്നെ പാല് പോലാണ് താഴേക്ക് വന്ന് വീഴുന്നത്. അതുകൊണ്ടാണ് ഈ പേര് പാലരുവി. ഇവിടെ പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്പോട്ട്സ് കുറേ ഉണ്ട്. പിന്നെ ഈ വെള്ളത്തിനെ പറ്റി പറയാനാണെങ്കിൽ കിടിലം വെള്ളമാണ്. കാരണം ഇതിൻ്റെ മേളിൽ നല്ല ഡെൻസ് ഫോറസ്റ്റ് ലൈക്ക് ഹെർബൽ പ്ലാന്റ്സ് ഒക്കെയുള്ള ഫോറസ്റ്റിൽ നിന്നും വന്ന് വീഴുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഭയങ്കര ആയുർവേദിക് ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. പിന്നെ ഈ വെള്ളത്തിൽ കുളിച്ചാൽ ഒരു പ്രത്യേക ഫീലാണ്. അച്ഛനും കുഞ്ഞും അവിടെ കുളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. യെസ്. സോ അതിനുശേഷം നമ്മൾ നേരെ വന്ന് തെന്മല ലെഷർ സോണിലേക്കാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു കുട്ടിക്കടയിൽ നിന്ന് നമ്മൾ ആദ്യം കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ മാത്രം സംഭാരം കുടിച്ചു, അതും കിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു, ലെവലോലിക്കൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ലെഷർ സോണിലേക്ക് കയറി. പക്ഷേ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് അവിടെ നിറച്ച് കുരങ്ങന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോലോലിക്കും കൊണ്ടൊന്നും അങ്ങോട്ടേക്ക് പോലും നടക്കൂല. അങ്ങനെ പിന്നെ ലോലോലിക്കൊക്കെ താഴെ ഒരിടത്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ നടന്നു. ലെഷർ സോണിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല പീസ്ഫുള്ളായിട്ട് നടക്കാൻ പറ്റും.
പറ്റിയൊരു സ്ഥലമാണ്. അതും പാലരുവിയിലൊക്കെ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും, നല്ല സുഖമായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഒരു ഡൈനോസർ ഗാർഡൻ അങ്ങനെയൊക്കെ പറയാമോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ കുറേ ഡൈനോസേഴ്സിൻ്റെ സ്കൾപ്ചേഴ്സ് വെച്ചിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതുവഴിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ വേറെ ഒരു മാൻ നേച്ചർ ബന്ധം കാണിക്കുന്ന ഒരു സ്കൾപ്ചർ ഗാർഡൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് മുകളിലോട്ടൊക്കെ പോകണമായിരുന്നു, അത്രയൊന്നും നമ്മൾ കയറിയില്ല. പിന്നെ ഈ റോഡ് നേരെ ഈ ഒരു പാത്ത് വേ നമ്മൾ നടന്ന് അവസാനം എത്തുന്നത് നമ്മുടെ റിസർവോയർ, തെന്മല ഡാമിൻ്റെ റിസർവോയറിൻ്റെ അങ്ങോട്ടേക്കാണ്. അതിൻ്റെ സൈഡിൽ കൂടെ നടക്കാനും ചെറിയൊരു പാത്തുണ്ട്, നല്ല രസമാണ് അതുവഴിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സസ്പെൻഷൻ ബ്രിഡ്ജിൽ നമ്മൾ കയറിയില്ല, കാരണം അവിടെ നിറച്ചും കുരങ്ങന്മാരുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ ഇറങ്ങാൻ നേരത്തേക്ക് ആസ് യൂഷ്വൽ നമ്മളവിടെ ഒരു ഫുഡിൻ്റെ കൗണ്ടർ ഉണ്ടായിരുന്നു, കൗണ്ടർ അല്ല ഒരു ചെറിയ കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് ബ്രെഡ് ഓംലെറ്റും മാഗിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് വിശപ്പൊക്കെ കുറച്ചൊന്ന് മാറിയിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.